LDF കൺവീനർ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം പാർട്ടി നേതാക്കൾ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം പിന്നീട് നടത്തുന്നതാണ്. പൊതുവെ ഇന്നത്തെ സാഹചര്യം നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ അധികാരഭ്രഷ്ടമാക്കുക എന്ന രാഷ്ട്രീയ ശരിയുത്തരത്തിൻ്റെ പ്രയോഗമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത്. കേരളീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരമാവധി വിജയമുണ്ടാക്കാനുള്ള ഒരു അനുകൂല സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്ന എല്ലാ ബഹുജന ക്യാമ്പയിനുകളിലും വിശേഷിച്ച് സഖാവ് കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനും നേതൃത്വം നൽകിക്കൊണ്ട് നടത്തിയ പ്രചരണ ജാഥകൾ വലിയ ജനകീയ പിന്തുണയാണ് നേടിയെടുത്തിട്ടുള്ളത്. മറ്റ് ചില പ്രചരണ ജാഥകൾ നടന്നെങ്കിലും അതിനെയൊക്കെ അപേക്ഷിച്ച് വലിയ ബഹുജന പിന്തുണ ദൃശ്യമായതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രചരണ ജാഥകളും മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് തൃശ്ശൂരിൽ നടന്ന സമാപന റാലിയും. കേരളത്തിലെ ഇടതുപക്ഷ മുന്നേറ്റത്തെ ദുർബലപ്പെടുത്താൻ UDF പതിവ് പോലെ BJPയുമായിട്ടുള്ള വോട്ട് കൈമാറ്റത്തിൻ്റെയൊക്കെ ഗൂഢാലോചനകൾ നടന്നു വരുന്ന ഒരു സന്ദർഭമാണ്. രാജ്യം നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളിൽ കേന്ദ്രഭരണത്തിൻ്റെ ഭരണപരാജയം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദൃശ്യമായിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയെ നാട് നേരിടുകയാണ്. തീവ്ര സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം വിമാനത്താവളം ഉൾപ്പെടെ അദാനിക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്ഥിതി വന്ന് ചേർന്നിരിക്കുകയാണ്. തീവ്ര ഹിന്ദുത്വ ശക്തികൾ രാജ്യഭരണത്തിൽ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന അപകടകരമായ പ്രവണതകളുടെ പൊതുചിത്രം നമ്മുടെ സമൂഹത്തിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയുമാണ്. ഈ തെറ്റായ പ്രവണതകളോടുള്ള കേരളീയ പൊതുസമൂഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതികരണമാണ് ഇടതുപക്ഷ മുന്നേറ്റത്തിലൂടെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ നിലയിൽ പരമാവധി വിജയം ഇടതുപക്ഷ മുന്നണിക്ക് നേടിയെടുക്കാനാകുമെന്ന പ്രത്യാശയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന സമിതി യോഗത്തിൽ പൊതുവെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിപുലമായ സംഘടനാ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് സഹായകരമായ രൂപത്തിൽ നടത്താൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ലോക്സഭ മണ്ഡലം കൺവെൻഷനുകൾ മാർച്ച് മാസം 10-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. കാസർഗോഡ് മാർച്ച് 12, കണ്ണൂർ വടകര മാർച്ച് 12, കോഴിക്കോട് മാർച്ച് 11, വയനാട് മാർച്ച് 14, മലപ്പുറം മാർച്ച് 11, പൊന്നാനി മാർച്ച് 14, പാലക്കാട് മാർച്ച് 10, ആലത്തൂർ മാർച്ച് 12, തൃശ്ശൂർ മാർച്ച് 11, ചാലക്കുടി മാർച്ച് 12, എറണാകുളം മാർച്ച് 11, ഇടുക്കി മാർച്ച് 12, കോട്ടയം മാർച്ച് 12, ആലപ്പുഴ മാർച്ച് 11, പത്തനംതിട്ട മാർച്ച് 12, മാവേലിക്കര മാർച്ച് 12, കൊല്ലം മാർച്ച് 12, ആറ്റിങ്ങൽ മാർച്ച് 11, തിരുവനന്തപുരം മാർച്ച് 13. ഈ നിലയിലാണ് പാർലമെന്റ് നിയോജകമണ്ഡലം സമിതികൾ യോഗം ചേരാൻ പോകുന്നത്. 20-ാം തീയതിക്ക് മുമ്പായി സംസ്ഥാനത്തുള്ള എല്ലാ തലത്തിലുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് സംഘാടക സമിതികൾ രൂപം കൊള്ളുകയും അതിൻ്റെ പ്രവർത്തനം
ആരംഭിക്കുകയും ചെയ്യും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി നമ്മുടെ സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രചരണ പരിപാടികളും സമാന്തരമായിട്ട് തന്നെ ആരംഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ LDF യോഗം ചർച്ച ചെയ്ത് അംഗീകരിച്ചത്. ഘടകകക്ഷികൾ എല്ലാം ഒരുമിച്ചിരുന്ന് എടുത്തൊരു തീരുമാനമാണ്. പിന്നെ എല്ലാവരും വളരെ സംതൃപ്തിയോടു കൂടിയാണ് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് നല്ല നിലയിൽ ചർച്ച ചെയ്ത് ഏകണ്ഠമായിട്ട് തന്നെയാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത്. ജനതാദൾ എസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മികവാർന്ന നിലയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവര് ആ നിലയിലുള്ള എന്തെങ്കിലും പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. മുന്നണിക്കകത്ത് ഈ നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഒരു മുന്നണിയാകുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കും. അത് സ്വാഭാവികമാണ്. എല്ലാവരും മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കും. നമ്മളത് ചർച്ച ചെയ്യും. എല്ലാവരും സ്വതന്ത്രമായ അഭിപ്രായം പറയും. പൊതുവെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുഗുണമായ രൂപത്തിൽ ഒരു പൊതു തീരുമാനത്തിലെത്തും. അതാണല്ലോ ജനാധിപത്യ രൂപത്തിലുള്ള പ്രവർത്തനം. ആ നിലയിലുള്ള ചർച്ചകളെല്ലാം മുന്നണിക്കകത്ത് പൊതുവെ ഉഭയകക്ഷി ചർച്ചകളിലാണത് നടന്നു പോയിട്ടുള്ളത്. പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം നമ്മളിപ്പോൾ ഇന്ന് ചേരുമ്പോൾ നല്ല അന്തരീക്ഷത്തിൽ വളരെ യോജിപ്പോടുകൂടി ഇന്നത്തെ സുപ്രധാനമായ രാഷ്ട്രീയ ലക്ഷ്യത്തിന് അനുസൃതമായ തരത്തിൽ, അതാണ് പ്രധാനം. ഇടതുമുന്നണി പടിഞ്ഞാറൻ ബംഗാളിലും ത്രിപുരയിലുമാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾക്കെല്ലാം നിയമസഭയിൽ നമ്മൾ സീറ്റുകളിലവരെല്ലാം ഉണ്ട്. അങ്ങനെയല്ലേ? എല്ലാം ഇതിലാകെ 20 സീറ്റല്ലേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ 10 പാർട്ടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 10 പാർട്ടികളുള്ള വിപുലീകരിക്കപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നമുക്ക് പരിമിതികളുണ്ടല്ലോ. അതെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അത് CPM-ഉം മറ്റുള്ളവരും ഒരുപോലെ വളരുന്നതിന്റെ ഭാഗമായിട്ടാണ്. 80 പാർട്ടികളല്ലല്ലോ ഇപ്പൊ മുന്നണിയിലുള്ളത്. ആ ഭാഗം മറന്നുപോയി. ആ ജനതാദളിലല്ല ഈ ജനതാദളില്. ഇപ്പൊ നമ്മുടെ മുന്നണിയില് ജനതാദളില് തന്നെ ഒന്നിലധികം ഉണ്ട്. ലോക് താന്ത്രിക് ജനതാദളുണ്ട്, ജനതാദൾ S ഉണ്ട്, കേരള കോൺഗ്രസ് തന്നെ നമുക്ക് ഒന്നിലധികം കേരള കോൺഗ്രസുകളുണ്ട്. അതൊക്കെ മാറി വന്നൊരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പൊതുസ്ഥിതിയല്ലേ. ഒരിക്കലുമില്ല. അത് കൂട്ടായ ചർച്ചയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്ത് നടത്തിയ ഒരു പൊതു ചർച്ചയുടെ ഭാഗമായി ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് സീറ്റുകൾ വിജയസാധ്യതയൊക്കെ പരിശോധിച്ച് മൊത്തത്തിലുള്ള കാര്യങ്ങളാകെ നമ്മുടെ ശത്രുവിനെ തോൽപ്പിക്കാൻ, BJP തോൽപ്പിക്കാൻ പറ്റിയ സാഹചര്യത്തിലുള്ള ഒരു പൊതു തീരുമാനത്തിലേക്ക് എത്തുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാവരും കൂടി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് നിന്നാലാണ് ആ പരാജയം ശക്തിയോടുകൂടി നമുക്ക് നടത്താൻ കഴിയുക, അവരെ പരാജയപ്പെടുത്താൻ കഴിയുക. ആ പരാജയപ്പെടുത്താനുള്ള ശക്തി നല്ല നിലയിൽ സമാഹരിക്കാൻ പ്രാപ്തമായ തരത്തിലുള്ള ഉൾപാർട്ടി ചർച്ചകളുടെ ഉൽപ്പന്നമാണ് ഈ തീരുമാനം. അങ്ങനെ പറഞ്ഞതായി കേട്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറഞ്ഞ് വിഷമിപ്പിക്കാൻ പാടില്ല ആളുകളെ.
ഇല്ല. ഡൽഹിയിലേക്ക് ഇവിടുന്ന് അവരുടെ കമ്മിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയാൽ അവരുടെ ഡൽഹിയിലെ കമ്മിറ്റി അതിന് അംഗീകാരം കൊടുക്കുകയാണ് ചെയ്യുക. പ്രഖ്യാപിച്ചിട്ടില്ല. എന്നായിരുന്നു? ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കോ? ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്മള് അല്ല, ഉച്ചയ്ക്ക് 2 മണിക്ക് 3 മണിക്ക് നമ്മുടെ യോഗത്തിന്റെ ഒരു തയ്യാറെടുപ്പിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. പൊതുവെ അവരുടെ സംസ്ഥാന സമിതി അതൊക്കെ ചർച്ച ചെയ്താൽ മേലോട്ട് അയച്ച് പിന്നെ കീഴോട്ട് വന്ന് അവർ ഔദ്യോഗികമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കാനാണ് പൊതുപതിവ് തന്നെ. പൊന്നാനിയിൽ മുസ്ലിം ലീഗിന്റെ തോൽവി ഉറപ്പാക്കാൻ പറ്റിയ തരത്തിലുള്ള സ്ഥാനാർത്ഥിയെ ഉറപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത ഉണ്ട്. മറുപടി നാളെ തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അന്തിമ തീരുമാനമായില്ല, നാളേക്ക് ആവുള്ളൂ. അതൊക്കെ നാളെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള ഉത്തരങ്ങളാണ്. നാളെ ഇവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിനെ അത് പറയുമല്ലോ, വിശദീകരിക്കും. അപ്പോൾ നമുക്ക് ആ ചോദ്യമൊക്കെ നമുക്ക് ചോദിച്ച് നമുക്കത് കാര്യങ്ങൾ കുറെ കൂടി മനസ്സിലാക്കാൻ സഹായകരമായ ഒരു അന്തരീക്ഷം നാളെ ഉണ്ടാവും. അതൊക്കെ ആവുന്നേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ദേശീയ നേതാക്കളും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇവിടെ ഉണ്ടാവും. പൊതുവെ നല്ല സംഘടനാ പ്രവർത്തനം നടത്തുക, അതിന്റെ സമാന്തരമായി ബഹുജന ക്യാമ്പയിനുകളിൽ കേന്ദ്ര നേതാക്കളുടെ പങ്കാളിത്തം, ആ നിലയിലാണത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പില് മോദി ഭരണം അവസാനിച്ചാൽ അദ്ദേഹത്തിന്റെ ഗവർണർ പണി പോവും. അത് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ബുദ്ധിവൈഭവമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇല്ല, ചർച്ച ചെയ്തില്ല. അതൊന്നുമില്ല. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രാഥമികമായ സംഗതികളെ ആയുള്ളൂ. സംഭവം നടന്നു, അന്വേഷണം വരുന്നു, അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അത് സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റും. അല്ല, അതിൻ്റെ ശരിതെറ്റുകളൊക്കെ അതിൻ്റെ വിശദാംശങ്ങൾ വന്നെങ്കിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു മാവോയിസ്റ്റ് വിഷയമാണ്. അതിൽ സ്വാഭാവികമായിട്ടും പോലീസ് ഇടപെടലുണ്ടായതാണ്. അവരുടെ അന്വേഷണം നടക്കുന്നു. അതിൽ വിശദാംശങ്ങൾ വന്നു കഴിഞ്ഞെങ്കിലേ നമുക്ക് അതിൻ്റെ ആ നിലയിൽ അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയുള്ളൂ. UDF ദേശീയ തലത്തിൽ ചേർത്തതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ അവരോട്ട് സഹകരിക്കാൻ പറ്റില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ ഒരു പൊതുനയമാണ് ഇടതുപക്ഷത്തിനുള്ളത്. ആ പൊതുനയം അനുസരിച്ച് BJPയെ തോൽപ്പിക്കാനുള്ള പരമാവധി പരിശ്രമം നടത്തുക എന്നത് ഇന്നത്തെ ഇന്ത്യൻ ദേശീയ സാഹചര്യത്തിൽ ഇടതുപക്ഷം സ്വീകരിക്കേണ്ട ഏറ്റവും ശരിയായ രാഷ്ട്രീയ നിലപാടാണ്. ഒരു ഇടതുപക്ഷത്തിന് ഒരു തീവ്ര ഹിന്ദുത്വ ശക്തി നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്തത് ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും തങ്ങളുടേതല്ലാത്ത വിശ്വാസത്തെ ശത്രുപക്ഷത്ത് നിർത്തി വലിയ തോതിൽ ആക്രമിക്കുകയും ചെയ്യാണ്. വേറൊരു ഭാഗത്തത് രാജ്യത്തിന്റെ സമ്പത്ത് സമ്പന്നന്മാർക്ക്, കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയാണ്. അതിന്റെ പ്രതിഫലനം എന്നുള്ള നിലയ്ക്കുള്ള സാമൂഹ്യ ദുരിതങ്ങളും നമ്മുടെ നാടിപ്പോൾ അനുഭവിച്ചു വരികയാണ്. എല്ലാ നിലയിലുമുള്ള തിരിച്ചടി രാജ്യം നേരിട്ട, വളർച്ച മുരടിച്ച, തൊഴിൽ സാധ്യതകൾ അടഞ്ഞുപോയ, കാർഷിക വ്യവസായ മേഖല തകർന്നൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരിടതുപക്ഷത്തിന് BJPയെ തോൽപ്പിക്കാൻ എല്ലാ കഴിവും അത് ഉപയോഗിക്കേണ്ടതുണ്ട്. അതാണ് ഇടതുപക്ഷ നിലപാട്. അപ്പൊ ഇടതുപക്ഷം മത്സരിക്കാത്ത സീറ്റുകളിൽ BJPയെ തോൽപ്പിക്കാൻ ഏറ്റവും പ്രാപ്തിയുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇടതുപക്ഷ സമീപനം. അത് ആര് എന്ന് നോക്കിയിട്ടല്ല. BJPയെ തോൽപ്പിക്കുക എന്നതിലെ
മുൻഗണനയുള്ളത്. ആ നിലയിലാണ് ഇടതുപക്ഷം അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ പൊതു എണ്ണവും സാന്നിധ്യവും ഇന്നത്തെ സാഹചര്യത്തിൽ വർദ്ധിക്കേണ്ടതുകൊണ്ട് ആ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ള നിലയിലുള്ള കാഴ്ചപ്പാടും വെച്ചുകൊണ്ടാണ് മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ വളരെ സുതാര്യമായ ഒരു നിലപാടാണ്. അതിൽ നേർക്കാഴ്ചയ്ക്കപ്പുറത്തുള്ള ഒന്നും ഇല്ല. ആരോട്? ഇവിടെ ബി ജെ പി ഒരു സീറ്റിലും ജയിക്കാൻ പോകുന്നില്ല. അപ്പം ആ ചോദ്യത്തിന് അപ്രസക്തമാണ്. അത് മിക്കവാറും തീരും. മിക്കവാറും ഇന്നും തീർന്നേക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അതിന്റെ ചർച്ച ആരോഗ്യകരമായ തരത്തിൽ നമ്മൾ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള നിലയ്ക്കുള്ള 16 സീറ്റുകളിൽ CPM-ഉം 4 CPI മത്സരിക്കുമെന്ന് LDF കൺവീനർ വിജയരാഘവൻ വാർത്താ സമ്മേളനത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. മണ്ഡലം കൺവെൻഷൻ 10-ന് ആരംഭിക്കും. തീരുമാനം ഏകകണ്ഠമായിരുന്നു എന്നാണ് പറയുന്നത്. ഘടകകക്ഷികൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നെങ്കിലും ഈ തീരുമാനത്തെ അവർ സ്വീകരിച്ചിരിക്കുന്നു എന്നും LDF കൺവീനർ പറഞ്ഞിരിക്കുന്നു. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ PV അൻവർ ഇടത് സ്ഥാനാർത്ഥിയാകും. അൻവറിന്റെ പേര് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ശുപാർശ ചെയ്തു. ഔദ്യോഗിക പ്രഖ്യാപനം നാളെയാണ് നടത്തുക. അതേസമയം സീറ്റ് നൽകാത്തതിൽ JDS-ഉം LJD-യും LDF യോഗത്തിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രത്യേക സാഹചര്യമാണെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ഒടുവിൽ ഘടകകക്ഷികൾ അംഗീകരിക്കുകയായിരുന്നു. മുന്നണി തീരുമാനം അംഗീകരിക്കുന്നതായി JDS സംസ്ഥാന പ്രസിഡന്റ് K കൃഷ്ണൻകുട്ടിയും വ്യക്തമാക്കി. ഒരു കുഴപ്പമില്ല. ഒരു നീക്കമില്ല. മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലല്ലേ പറയുന്നത്. പറഞ്ഞിട്ട് യോജിച്ച തീരുമാനമായി. CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, മലപ്പുറത്ത് പൊന്നാനിയിലെ കാര്യം PV അൻവറിലേക്ക് തന്നെയാണ് എത്തുന്നത്. എങ്ങനെയായിരിക്കും അവിടുത്തെ പോരാട്ടം നടക്കുക? കൂടാതെ ഇന്നിപ്പോൾ മറ്റ് ഘടകകക്ഷികളെ എല്ലാം ഒഴിവാക്കി CPM-ഉം I-യും സീറ്റുകൾ പങ്കിട്ടിരിക്കുന്നു. വിവരങ്ങൾ. പൊന്നാനിയിൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനി സംസ്ഥാന നേതൃത്വത്തിന്റെ അംഗീകാരം മാത്രമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. 2 ദിവസം മുമ്പ് ചർച്ച നടന്നപ്പോഴും PV അൻവറിന്റെ പേര് തന്നെയായിരുന്നു പ്രധാനമായും നിർദ്ദേശമായി വന്നത്. പക്ഷേ ഇത് സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചിരുന്നില്ല. തുടർന്ന് 2 നിർദ്ദേശങ്ങളായിരുന്നു മണ്ഡലം കമ്മിറ്റിക്ക് മുമ്പായി വെച്ചത്. MLA ആയ G അബ്ദുറഹ്മാൻ, അതല്ലെങ്കിൽ നിയാസ് കുളിക്കലവത്ത്, ഇപ്പോഴത്തെ സിഡ്കോ ചെയർമാൻ നിയാസ് കുളിക്കലവത്ത്, ഇവരുടെ പേരുകൾ അൻവറിന് പകരം സംസ്ഥാന നേതൃത്വം മണ്ഡലം കമ്മിറ്റിക്ക് മുമ്പാകെ വെച്ചു. പക്ഷേ മലപ്പുറത്ത് പൊന്നാനിയിൽ വിജയം നേടാൻ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വമാണ് ഏറ്റവും ഉചിതമെന്ന് മണ്ഡലം കമ്മിറ്റിയിൽ യോഗം ചേർന്നാൽ തീരുമാനം അറിയിക്കുകയായിരുന്നു. അൻവറിന് അനുകൂലമായ നിരവധി ഘടകങ്ങളുണ്ടെന്നാണ് വിലയിരുത്തൽ. ഒന്നാമത് അൻവർ ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള വ്യക്തിയാണ്. നിലമ്പൂരിൽ കോൺഗ്രസിന്റെ വിമതനായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തന്നെ അദ്ദേഹം തോൽപ്പിച്ചിരുന്നു. വലിയ ഒരു അട്ടിമറി വിജയമാണ് നിലമ്പൂരിൽ നേടിയത്. ഇത് കോൺഗ്രസിൽ നിന്നും വലിയ തോതിലുള്ള വോട്ടുകൾ ഇതിലൂടെ ലഭിക്കുമെന്നാണ് മണ്ഡലം കമ്മിറ്റിയുടെ വിലയിരുത്തൽ ഉണ്ടായത്. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ അനുകൂലമായ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട ലോക്സഭാ മണ്ഡലത്തിൽ PV അൻവർ തന്നെ ഇടത് സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകും. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മത്സരത്തിന് കുമ്മനം. മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് കുമ്മനം രാജശേഖരൻ വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക്. കുമ്മനത്തിന്റെ രാജി അംഗീകരിച്ച രാഷ്ട്രപതി അസം ഗവർണർക്ക് സംസ്ഥാനത്തിന്റെ ചുമതല നൽകി. തിരുവനന്തപുരം മണ്ഡലത്തിൽ കുമ്മനം BJP സ്ഥാനാർത്ഥിയാകും. RSSന്റെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കുമ്മനം രാജശേഖരനെ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള BJP തീരുമാനം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടെ പൊടുന്നനെ ഗവർണറാക്കിയപ്പോൾ കുമ്മനത്തിന് RSS നേതാക്കൾ നൽകിയ ഉറപ്പാണ് പാലിക്കപ്പെട്ടത്. ഡിസംബറിൽ മിസോറാം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ ശ്രമങ്ങൾ സജീവമാക്കിയെങ്കിലും പ്രധാനമന്ത്രിയുടെയും BJP അധ്യക്ഷൻ അമിത്ഷായുടെയും അനുമതി ലഭിക്കാൻ വൈകി. തിരുവനന്തപുരത്ത് കുമ്മനത്തിന്റെ പേര് മാത്രമാണ് RSS സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വച്ചത്. ഒരു സീറ്റെങ്കിലും ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇക്കാര്യം അംഗീകരിച്ചാണ് BJP ഗവർണർ സ്ഥാനമൊഴിയാൻ കുമ്മനത്തിന് അനുമതി നൽകിയത്. രാജി അംഗീകരിച്ച രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അസം ഗവർണർ പ്രൊഫസർ ജഗദീഷ് മുഖിക്ക് മിസോറാമിന്റെ ചുമതല നൽകി. നിലയ്ക്കൽ സമരത്തിന് നേതൃത്വം നൽകിയ കുമ്മനം വരുന്നതോടെ ശബരിമല വിഷയം
പ്രധാന പ്രചരണായുധമാക്കാമെന്നും സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാക്കാമെന്നുമാണ് RSS BJP കണക്കുകൂട്ടൽ. ന്യൂസ് 18 ഡൽഹി. കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയായി എത്തുന്നതോടെ തിരുവനന്തപുരത്തെ പോരാട്ടം തീപാറുമെന്നുറപ്പ്. വലത് ഇടതു മുന്നണികൾക്കൊപ്പം ഏറ്റവും കരുത്തനെ BJPയും കളത്തിലിറക്കുന്നതോടെ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരമായിരിക്കും തിരുവനന്തപുരത്ത് നടക്കുക. കുമ്മനം തിരിച്ചെത്തുന്നതോടെ സംസ്ഥാനത്തെ BJPയിലും പുതിയൊരു ഉണർവ് പ്രകടമാകും എന്നുറപ്പ്. പ്രതീക്ഷിച്ചിരുന്നതാണ് കുമ്മനത്തിന്റെ തിരിച്ചുവരവ്. പക്ഷേ പല കാരണങ്ങളാലും അത് നീണ്ടുപോയി. ഒടുവിൽ തലസ്ഥാന മണ്ഡലം പിടിക്കുക എന്ന ഒരു വലിയ ദൗത്യവുമായിട്ടാണ് കുമ്മനം രാജശേഖരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുന്നത്. BJPക്ക് സംസ്ഥാനത്ത് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് കുമ്മനം രാജശേഖരൻ. വിജയപ്രതീക്ഷ പുലർന്ന തിരുവനന്തപുരത്തേക്ക് പല പേരുകളും പരിഗണിച്ചെങ്കിലും ഒടുവിൽ കുമ്മനത്തിലേക്ക് മാത്രം ചർച്ചകൾ ഒതുങ്ങി. തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ RSSന്റേതാണ് അവസാന വാക്ക്. RSS പ്രത്യേക താൽപര്യമെടുത്താണ് കുമ്മനം രാജശേഖരനെ മിസോറാമിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നതും. കുമ്മനം സ്ഥാനാർത്ഥിയാവുന്നതോടെ തിരുവനന്തപുരത്തെ മത്സരം പ്രവചനങ്ങൾക്ക് അതീതമാവുകയാണ്. ശശി തരൂരിനെ നേരിടാൻ CPIയുടെ മുതിർന്ന നേതാവ് C. ദിവാകരനെ ഇടതുമുന്നണി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഗവർണർ സ്ഥാനം രാജിവെച്ച കുമ്മനം സംസ്ഥാന BJP നേതാക്കളുമായി ആശയവിനിമയം നടത്തി. നാളെ സംസ്ഥാനത്തെത്തുന്ന കുമ്മനം താമസിയാതെ BJPയുടെ സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവമാകും. ഗവർണർ സ്ഥാനം പോലെ നിർണായകമായ ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തിയെ രാജിവെപ്പിക്കാൻ തയ്യാറായി എന്നതുകൊണ്ട് തന്നെ BJP ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നീക്കം എന്താണെന്ന് വ്യക്തമാണ്. മികച്ച വിജയപ്രതീക്ഷ പുലർത്തുന്ന തിരുവനന്തപുരത്ത് കുമ്മനത്തെ മുൻനിർത്തി അക്കൗണ്ട് തുറക്കുക തന്നെയാണ് BJPയുടെ ലക്ഷ്യം. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, ന്യൂസ് 18. കുമ്മനം രാജശേഖരനെ കേരള രാഷ്ട്രീയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. തിരുവനന്തപുരമാകും കുമ്മനത്തിന്റെ പ്രവർത്തന മേഖലയെന്നും സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി. കുമ്മനം കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരാൻ തീരുമാനിക്കുകയും അദ്ദേഹം ഗവർണർ സ്ഥാനം രാജിവെച്ച് വരികയും ചെയ്യുന്നതിന് BJPയുടെ കേരളത്തിലെ BJPയുടെ മാത്രമല്ല സംഘപരിവാറിൻ്റെ മൊത്തത്തിൽ തന്നെ എല്ലാ പ്രവർത്തകരും സ്വാഗതം ചെയ്യുന്ന ഒന്നാണ്. അതായത് തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം സക്രിയമായി സജീവമായി ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തിരുവനന്തപുരം കേന്ദ്രമായി അദ്ദേഹം പ്രവർത്തന രംഗത്തുണ്ടാകും.